യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകി. അതൊരു സംഭവം മാത്രമല്ല, യേശുവിന്റെ ജീവിതം തന്നെ അതായിരുന്നു. അവൻ പിതാവിനോടുകൂടെ അത്താഴത്തിലിരുന്നവൻ എഴുന്നേറ്റ് മഹത്വത്തിന്റെ ഉടുപ്പ് ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് വന്നതാണ് മനുഷ്യരും. കടലുപോലെ വചനമുള്ളവൻ ഒരു പാത്രം വെള്ളമെടുത്ത്. അതാണ് നമ്മൾ ഈ കേട്ടത്. ഒരു പാത്രം വചനമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അത് നമ്മൾ ഫോളോ ചെയ്യണം. എന്താണ്? നമ്മൾ സഭാജീവിതത്തിന്റെ മഹത്വം കാണണമെങ്കിൽ, സഭാജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പാദങ്ങളെ കഴുകണം. എങ്ങനെ? വചനത്താൽ. നിന്റെ കൂട്ടുകാരൻ തെറ്റിപ്പോയി, സന്തോഷിക്കുകയല്ല വേണ്ടത്. അഡ്വക്കേറ്റുമാർ നിയമപുസ്തകത്തിൽ തിരയുന്ന പോലെ അവന് വേണ്ടി വചനത്തിൽ നിന്ന് അന്വേഷിച്ച് ആ വചനമെടുത്തിട്ട് അവന് വേണ്ടി വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അവനെ ഒന്ന് കരകയറ്റിക്ക്. സ്വർഗം മഹത്വപ്പെടുക മാത്രമല്ല, ദൈവം നിന്നെ മഹത്വ കിരീടമണിയിക്കും, തേജസ് അണിയിക്കും.